ഈ ട്രംപ് ഓരോ കാര്യങ്ങൾ പറയുന്നു, അതിന് മറിച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇപ്പം ഇന്നും അങ്ങനെ തന്നെയാണ്. ഖത്തറിനെ ഇസ്രായേൽ സേന ഇനി ആക്രമിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. പക്ഷെ അത് തള്ളുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഗസ സിറ്റി വളഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ കണ്ടതാണ്, നെതന്യാഹു പറയുന്നു ഹമാസ് എവിടെയുണ്ടായാലും അവിടെയെല്ലാം ആക്രമിച്ചിരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും സ്മിത, ഇത് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് വലിയ ക്ഷീണമാണ്. ട്രംപ് ഖത്തറിന് കൊടുത്ത ഒരു ഉറപ്പാണ്. ഈ ഖത്തറിൽ കയറി 5 ഹമാസിൻ്റെ നേതാക്കളെയും ഒരു ഖത്തറിലെ പോലീസുകാരനെയും കൊലപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ സേന. അതിൽ ഇപ്പോൾ അറബ് ഉച്ചകോടി തന്നെ 2 ദിവസത്തെ ഉച്ചകോടി അവിടെ നടന്നു. ഇസ്രായേലിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ടായി. അതിനിടയിലാണ് ഇപ്പോൾ US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയ പറന്നെത്തിയത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലവീവിൽ ചർച്ച നടത്തിയ ശേഷം അവർ സംയുക്ത പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിലാണ് ഇപ്പോൾ സ്മിത പറഞ്ഞ പോലെ അവിടെ നെതന്യാഹു പറഞ്ഞത് ഹമാസ് എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ ആക്രമിക്കുക. എന്ന് വെച്ചാൽ ഹമാസ് ഇപ്പോൾ ഒരുപാട് നേതാക്കൾ അഭയം തേടിയിരിക്കുന്നത് ഖത്തറിലാണ്. അപ്പം ഖത്തറിന് വേണ്ടി വന്നാൽ ഇനിയും ആക്രമിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നത് ഇനി ആക്രമിക്കില്ല. അപ്പോൾ ട്രംപിൻ്റെ വാക്കുകളെ കൃത്യമായി തള്ളിക്കൊണ്ടാണ് നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഇത് അതേസമയം ഇടഞ്ഞു നിന്ന അമേരിക്ക ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്ന് മാർക്കോ റൂബിയോ നെതന്യാഹുവിനെ സാക്ഷി നിർത്തി പറയുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നടത്തിയാലും അമേരിക്ക ഈ ഇസ്രായേലിനെ വിട്ടുപോകില്ല. കാരണം ഇസ്രായേലിൻ്റെ ജൂത ലോബി അമേരിക്കയിൽ അത്രയും ശക്തമാണ്. എന്ന് മാത്രമല്ല, ഇതിനിടയിലാണ് ഖത്തറിൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ പിടിക്കണം, കൊല്ലണം എന്നൊക്കെ പറഞ്ഞാലും ഒരു സംയുക്തമായൊരു നിലപാടെടുക്കാൻ പല രാജ്യങ്ങളും മടിക്കുന്നു. അതുകൊണ്ടായിരിക്കണം അറബ് ഉച്ചകോടിയിൽ ഖത്തർ തന്നെ പറഞ്ഞു, ഒരു ഭാഗത്ത് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയെന്നും മറുഭാഗത്ത് മൗനം പാലിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയം ഇനി അറബ് രാജ്യങ്ങൾ എടുക്കുന്നത് ശരിയല്ല എന്നുള്ള തരത്തിൽ ഖത്തർ പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും സ്മിത, വലിയ ആക്രമണം നടക്കുകയാണ് ഗസ സിറ്റിയിൽ. ഗസ സിറ്റി മൊത്തം ഇസ്രായേൽ സേന വളഞ്ഞിരിക്കുന്നു. 80 പേർ കൂടി ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. അതിൽ 6 വയസ്സുള്ള 2 ഇരട്ട കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി മനുഷ്യർ, സ്ത്രീകളും കുട്ടികളുമാണ് ഏറെയും കൊല്ലപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ കെട്ടിടങ്ങൾ ഒന്നൊന്നായി തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറയുകയാണ്. ഓരോ വലിയ കെട്ടിടങ്ങൾക്ക് നേരെ വന്ന് ബോംബിടുന്നു, അത് തകർന്നു വീഴുന്നു. നമ്മൾ ഈ കെട്ടിടങ്ങളൊക്കെ ബോംബ് വെച്ച് തകർക്കുന്നതിൻ്റെ അതേ രീതിയിലാണ് കെട്ടിടങ്ങൾ തകർക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഏതാണ്ട് 50ഓളം കെട്ടിടം കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. വലിയ കെട്ടിടങ്ങൾ, അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ കുടുങ്ങിക്കിടപ്പുണ്ട്, കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. ഈ ബോംബർ വിമാനങ്ങൾ നേരെ വന്ന് ടെൻറ്റുകൾക്ക് മേൽ, താൽക്കാലിക ടെൻറ്റുകളിലാണ് പലരും ജീവിക്കുന്നത്. 10 ലക്ഷത്തിലേറെ ആൾക്കാരാണ് ഗസ സിറ്റിയിൽ മാത്രമുള്ളത്. മൊത്തം 23 ലക്ഷം പേരുണ്ട്. ഈ മരണസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 65,000-ന് അടുത്തെത്തിയിരിക്കുന്നു കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 23 മാസത്തിനിടയിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒന്നിനും വഴങ്ങുന്നില്ല. അവിടുത്തെ സേനാ മേധാവി പറഞ്ഞു, ഇനി ഗസ പിടിച്ചടക്കാൻ പോയാൽ പ്രശ്നങ്ങളാവും, അതിൻ്റെ ആവശ്യമില്ല, ഇസ്രായേലി ബന്ദികളെ വിട്ടുകിട്ടില്ല. അവിടുത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള മൊസാദിൻ്റെ തലവൻ പറഞ്ഞു കഴിഞ്ഞു, ഡേവിഡ് ബാർണി. അപ്പുറത്തെ സേനാധിപൻ സമീറാണ്, സമീർ. അവർ 2 പേരും പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ എതിർത്തിട്ടും ഇസ്രായേലിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വെടിനിർത്തലിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലി ബന്ദികളെ 50 പേരെ വിട്ടുകിട്ടാനുണ്ട്, അതിൽ 20 പേരെ ജീവിച്ചിരിപ്പുള്ളൂ. അവരെ ഒന്നും തിരിച്ചു കിട്ടിയിട്ടുമില്ല. ഹമാസിനെതിരെയുള്ള വേട്ട തുടരുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. എന്തായാലും 23 ലക്ഷം മനുഷ്യരെയും കൊന്നൊടുക്കാനാണ് ഇസ്രായേലിന്റെ പ്ലാനെന്ന് തോന്നുന്നു. ലക്ഷണമൊത്തൊരു വംശഹത്യയാണ് അവരുടെ പദ്ധതി എന്ന് പല ലോക നേതാക്കളും ചിന്തകരൊക്കെ പറയുന്നുണ്ട്. നമുക്ക് 1-2 വാർത്തകൾ കൂടി ജെയിംസ് സാറിനോട് ചോദിക്കാനുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ പിന്നെയും അമേരിക്ക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.